നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 4-ാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗം. കഴിഞ്ഞ ചെറു വീഡിയോയിൽ 12 തരത്തിലുള്ള പല യജ്ഞങ്ങളും, ആദ്യം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ എന്ന ശ്ലോകത്തിലൂടെ ഭഗവാൻ ആ ജ്ഞാന തപസ്സിനെ, അല്ലെങ്കിൽ ആ ജ്ഞാനയോഗത്തെ, അല്ലെങ്കിൽ ആ ജ്ഞാനത്തെ, ആത്മജ്ഞാനത്തെ വെളിപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് അതിനെ സ്തുതിക്കാനായി മറ്റുള്ള ആത്മസംയമനം, മനോസംയമനം, ഇന്ദ്രിയ സംയമനത്തിനായിക്കൊണ്ടൊക്കെ ചെയ്യുന്ന വിവിധ തരത്തിലുള്ള യജ്ഞങ്ങളെക്കുറിച്ചും പലതരത്തിലുള്ള പ്രാണായാമത്തിനെ കുറിച്ചും, അല്ലെങ്കിൽ സമാധികളെക്കുറിച്ചും, ദ്രവ്യയജ്ഞങ്ങളെക്കുറിച്ചും, തപോയജ്ഞങ്ങളെക്കുറിച്ചെല്ലാം, സ്വാധ്യായ യജ്ഞങ്ങൾ, അങ്ങനെ 12 തരത്തിലുള്ള യജ്ഞങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. അത് തുടർന്നുള്ള ഈ യജ്ഞങ്ങളെ അനുഷ്ഠിച്ചാലും അനുഷ്ഠിച്ചില്ലെങ്കിലും എന്താണ് ഫലം എന്നുള്ളത് ഭഗവാൻ അടുത്ത് 30-ാമത്തെ ശ്ലോകത്തിൽ പറയുകയാണ്. 31. യജ്ഞശിഷ്ടാമൃതഭുജോ യാന്തി ബ്രഹ്മസനാതനം നായം ലോകോസ്തി അയജ്ഞസ്യ കുതോ അന്യഃ കുരു സത്തമാ. അല്ലയോ അർജുന, കുരുസത്തമാ, യജ്ഞശിഷ്ട അമൃതഭുജ, യജ്ഞശിഷ്ടമായ അമൃതം ഭുജിക്കുന്നവർ, യജ്ഞത്തിൻ്റെ ശിഷ്ടമായത്, യജ്ഞം കൊണ്ട് ജീവിക്കുന്നവർ, അല്ലെങ്കിൽ ആ യജ്ഞത്തിലൂടെ മാത്രം ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നവർ, അങ്ങനെ അമൃതത്തെ ഭുജിക്കുന്നവർ, സനാതനം ബ്രഹ്മയാന്തി, സനാതനമായ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. എങ്ങനെ? മുമുക്ഷുക്കളാണെങ്കിൽ അവർ മോക്ഷ ഇച്ഛയോടുകൂടിയാണ് ഈ കർമ്മങ്ങളെ കർമ്മയോഗപരമായിട്ടാണ് ചെയ്യുന്നത്, ഈ യജ്ഞങ്ങളെല്ലാം. അപ്പോൾ അതിലൂടെ എന്താവും? ചിത്തശുദ്ധി ദ്വാരാ മനഃശുദ്ധിയെല്ലാം ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ പുണ്യമായിട്ട് മരണാനന്തരം എന്ന് ശങ്കരാചാര്യർ പറയുന്നു. മരണത്തിന് ശേഷം കുറേ കാലം ആ ബ്രഹ്മലോകത്ത് ഇരുന്നു കൊണ്ട് പിന്നീട് പ്രളയത്തിൽ ബ്രഹ്മത്തിൽ തന്നെ വിലയിക്കുന്നു. അപ്പോൾ ഈ കാലങ്ങളുടെ അന്ത്യത്തിൽ, ഈ യുഗത്തിൻ്റെ അവസാനത്തിൽ ആ ബ്രഹ്മത്തിൽ തന്നെ വിലയിക്കുന്നു. അതുവരെ ബ്രഹ്മലോകത്ത് തന്നെ ഇരിക്കുന്നു. ആ യജ്ഞങ്ങളൊക്കെ അതിൻ്റെ പൂർണ്ണമായിട്ട് രീതിയിൽ ചെയ്തുകൊണ്ട് മരണാനന്തരം ബ്രഹ്മലോകത്ത് തന്നെ ഇരുന്ന് കാലത്തിൻ്റെ യുഗത്തിൻ്റെ അവസാനം പ്രളയത്തിൽ അതിൽ ആ ബ്രഹ്മത്തിൽ തന്നെ വിലയിക്കുന്നു എന്നാണ് ഇവിടെ ഇങ്ങനെ ശ്രീ ശങ്കരാചാര്യർ ഇതിനെ വ്യാഖ്യാനമായി പറഞ്ഞിരിക്കുന്നത്. യജ്ഞശിഷ്ടാമൃതഭുജ സനാതനം ബ്രഹ്മ യാന്തി, അവിടെ പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. കുരുസത്തമാ, അല്ലയോ അർജുന, അയജ്ഞസ്യ അയം ലോക നാസ്തി അന്യഃ കുത, യജ്ഞം ചെയ്യാത്തവന്, അല്ലെങ്കിൽ തൻ്റെ വിധിക്കനുസരിച്ച് ജീവിക്കാത്തവര്, അല്ലെങ്കിൽ ആത്മസംയമനം ഇല്ലാത്തവന്, ആത്മസംയമം അല്ലെങ്കിൽ മനോസംയമനം എന്നതിനെയാണ് ആത്മസംയമനം എന്ന് പറയുന്നത്. മനോസംയമം അല്ലെങ്കിൽ ഇന്ദ്രിയ സംയമം ഒന്നും ഇല്ലാത്തവന് ഈ ലോകം തന്നെ ഇല്ല. അപ്പോൾ പിന്നെ പരലോകം എവിടെ? പരലോകവും ഇല്ല, രണ്ടും ഇല്ല എന്നാണ് പറയുന്നത്. ഈ ലോകവും ഇല്ല, പരലോകവും ഇല്ല. അപ്പോൾ സംയമനം അവിടെ ഇല്ല. അവന് ഈ ലോകത്ത് തന്നെ അവന് സുഖം ശാന്തി എന്നുള്ളതൊന്നുമില്ല. അവൻ ലോകത്തിൻ്റെ ഗതിക്കനുസരിച്ച് മുങ്ങും പൊങ്ങും എല്ലാം ചെയ്ത് എങ്ങനെയോ ജീവിക്കുന്നു. അപ്പോൾ ഈ ലോകത്തും ഇല്ല, പരലോകത്ത് പോയ അങ്ങനെ പരലോകവും അവനങ്ങനെ ഇല്ല. ശാശ്വതമായിട്ടുള്ള മോക്ഷം അവനില്ല എന്ന് പറയണം. അപ്പോൾ ഈ യജ്ഞത്തിൻ്റെ ഗുണം, അതിൻ്റെ ഫലത്തെ പറയുകയാണ്, അത് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ തത്വജ്ഞാനമാണ് ഏറ്റവും വലുത്. അത് കഴിഞ്ഞ് മറ്റുള്ള യജ്ഞങ്ങളെല്ലാം ആത്മസംയമനം. തത്വജ്ഞാനത്തിലൂടെ ഇവിടെ തന്നെ ജീവിച്ചിരിക്കെ തന്നെ തത്വബോധമുണ്ടാകുന്നു, ജീവൻ മുക്തനാകുന്നു, ജീവിച്ചിരിക്കെ തന്നെ മുക്തനാകുന്നു തത്വജ്ഞൻ. മറിച്ച് ഈ മറ്റുള്ള യജ്ഞാദികളെല്ലാം ചെയ്യുന്നതിലൂടെ മനോശുദ്ധി ഉണ്ടായി, അല്ലെങ്കിൽ അവൻ പാപവിമുക്തനായി ബ്രഹ്മലോകത്തിരുന്നു കൊണ്ട് യുഗത്തിൻ്റെ അവസാനം, യുഗാന്തത്തിൽ ആ പ്രളയത്തോടുകൂടി ബ്രഹ്മത്തിൽ തന്നെ വിലയിക്കുന്നു. അതുവരെ ആ ബ്രഹ്മലോകത്ത് തന്നെ ഇരുന്നു കൊണ്ട് ബ്രഹ്മത്തിൽ വിലയിക്കുന്നു എന്ന് പറയണം. അപ്പോൾ ഇതിലെ വേദങ്ങളിലെല്ലാം പ്രസിദ്ധി പറയണേ, ഏവം ബഹുവിധാ യജ്ഞ വിദദാ ബ്രഹ്മണോ മുഖേ കർമ്മജാൻ വിദ്ധി താൻ സർവാനേവ ജ്ഞാത്വാ വിമോക്ഷ്യസേ. കർമ്മജാൻ വിദ്ധി താൻ സർവാൻ ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ.
ഇതെല്ലാം കർമ്മത്തിൽ നിന്നുണ്ടായതാണ്. ഈ ബഹുവിധമായ ഏവം ബഹുവിധ യജ്ഞ വിദത ബ്രാഹ്മണോ മുഖേ, ഇത് വേദത്തിന്റെ മുഖത്തിൽ നിന്നും ഉണ്ടായതാണ്. പലതരത്തിലുള്ള ബഹുവിധമായ യജ്ഞങ്ങൾ, ഈ പറഞ്ഞ വിധത്തിലുള്ള എല്ലാ യജ്ഞങ്ങളും വേദത്തിന്റെ മുഖത്തിൽ നിന്നും വിദതാഹ വിസ്തരിക്കപ്പെട്ടവയാകുന്നു. അവിടെ പറഞ്ഞതാണ്, വിസ്തരിച്ചു പറഞ്ഞതാണ്. താൻ സർവാൻ കർമ്മജാൻ വിദ്ധി, ഇവയെല്ലാം കർമ്മം കൊണ്ടുണ്ടായതെന്ന് നീ അറിഞ്ഞാലും. അതെന്താ കർമ്മം? കായിക വാചിക മനോകർമ്മങ്ങൾ, ശരീരം കൊണ്ട് വാക്കുകൾ കൊണ്ട് മനസ്സുകൊണ്ടെല്ലാം ഉള്ള കർമ്മമാണ്. കർമ്മരഹിതം, അത് ഈ വാക്കുകളിൽ ഇതിലൊക്കെയാണ് കർമ്മങ്ങളില്ല. മനസ്സിൽ കർമ്മങ്ങൾ, ശരീരത്തിന് വാക്കുകളിലൊക്കെ കർമ്മങ്ങളാണ്. പക്ഷേ ആത്മാവിൽ ഈ കർമ്മങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇതെല്ലാം താൻ സർവാൻ കർമ്മജാൻ വിദ്യ, ഇതെല്ലാം കർമ്മത്തിൽ നിന്ന് വന്ന യജ്ഞങ്ങളാണ്. ഈ യജ്ഞങ്ങളൊന്നും ആത്മാവിൽ നിന്ന് വന്നല്ല, ആത്മാവിൽ ഇല്ലതാനും. ആത്മാവിൽ കർമ്മങ്ങളേ ഇല്ല, അല്ലെങ്കിൽ ആത്മാവിൽ കർമ്മം ചെയ്യുന്നില്ല, ആത്മാവ് കർമ്മം ചെയ്യുന്നില്ല, കർമ്മത്തിൽ ബന്ധനതരല്ല. സ്വന്തം സ്വരൂപം ഈ കർമ്മത്തിൽ നിന്ന് അതൊന്നുണ്ടായതല്ല ഈ യജ്ഞങ്ങളൊന്നും. അതുപോലെ ഈ യജ്ഞങ്ങളിൽ നിന്നൊന്നും കർമ്മത്തിൽ നിന്നും ഇതിന്റെ ഫലമായിട്ട് നമുക്ക് ആത്മബോധം ഉണ്ടാകുകയുമില്ല എന്നതാണ്. രണ്ടു രീതിയിലുമില്ല. ഒരു കർമ്മത്തിന്റെ ഫലമാണ് ആത്മസിദ്ധിയെങ്കിൽ അത് കാലക്രമേണ നശിച്ചും പോവാം. ഒരു കാര്യത്തിന്റെ ഫലമായിട്ടാണ് കിട്ടുന്നതെങ്കിൽ ആ ഫലങ്ങൾ ശാശ്വതമായിരിക്കില്ല. അത് നമുക്ക് എല്ലാവരുടെയും അറിയാം. അതുകൊണ്ട് ഈ കർമ്മത്തിന്റെ ഫലമല്ല തത്വജ്ഞാനം. ഈ യജ്ഞങ്ങളുടെ ഉണ്ടാകുന്നത് ചിത്തശുദ്ധിയാണ്. ആ ചിത്തശുദ്ധിയുടെ ജ്ഞാനമാണ് പിന്നെ അതിൽ ഉദിക്കേണ്ടത്. ജ്ഞാനം കൊണ്ടാണ് ആത്മജ്ഞാനം, ആത്മബോധം ഉണ്ടാകുന്നത്. ആത്മജ്ഞാനത്തിനെ കുറിച്ചുള്ള തത്വവിചാരത്തിലൂടെയാണ് ആത്മബോധം ഉണ്ടാകുന്നത്, അല്ലാതെ കർമ്മങ്ങളിൽ കൊണ്ടല്ല എന്ന് പ്രത്യേകിച്ച് ഇവിടെ എടുത്തു കാണേണ്ടതാണ്. ഏവം ജ്ഞാത്വാ വിമോക്ഷ്യസേ, നീ അങ്ങനെ അറിഞ്ഞുകൊണ്ട് നീ മുക്തനാകാൻ ഉണ്ടാകണം. അല്ലാണ്ട് ഈ കർമ്മത്തിലൂടെ നീ മുക്തനാവാം എന്ന് സാധ്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത് ചിത്തസ്യ ശുദ്ധയേ കർമ്മ ന ഉപലബ്ധയേ വസ്തുസിദ്ധിർ വിചാരേണ ന കിഞ്ചിത് കർമ്മകോടിഭിഹി. കർമ്മങ്ങൾ കോടിക്കണക്കിന് ചെയ്താലും ആ കർമ്മത്തിൽ നിന്നൊന്നും വസ്തുസിദ്ധി കിട്ടില്ല, ആത്മജ്ഞാനം ലഭ്യമല്ല. വസ്തുസിദ്ധിർ വിചാരേണ, അത് വിചാരമാർഗം കൊണ്ട്, ആത്മതത്വ വിചാരം കൊണ്ട് മാത്രമേ സാധ്യമാകൂ. ജ്ഞാനസാധനയിലൂടെ മാത്രമേ ആത്മജ്ഞാനം, ആത്മബോധം നിശ്ചയമായും സാധ്യമാകൂ. ചിത്തസ്യ ശുദ്ധയേ കർമ്മ, ചിത്തശുദ്ധിക്കാണ് ഈ മനഃശുദ്ധിക്കാണ്, അല്ലെങ്കിൽ സംയമനത്തിനാണ് എന്താണ് കർമ്മങ്ങളെല്ലാം, ഈ യജ്ഞാദി കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അതിനു വേണ്ടി മാത്രമാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയണം. യജ്ഞങ്ങളെല്ലാം കർമ്മങ്ങളാണ്, അത് ആത്മാവിനെ ബന്ധിക്കുന്നില്ല. കർമ്മം കൊണ്ട് ജ്ഞാനം, മുക്തി സാധ്യമല്ല എന്നിവിടെ കാണിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഓരോ സാധനകളാണ്, അതെല്ലാം വേദങ്ങളിൽ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാൻ ഇവിടെ എടുത്തു പറയണം. അങ്ങനെ നീ അറിഞ്ഞുകൊണ്ട് ബന്ധത്തിൽ നിന്നും മുക്തനാകണം. അപ്പൊ ഈ കർമ്മങ്ങളുടെ എല്ലാം നില എവിടെയാണ് എന്നാണ് പറയുന്നത്. ശ്രേയാൻ ദ്രവ്യമയാത് യജ്ഞാത് ജ്ഞാനയജ്ഞ പരന്തപ സർവം കർമാഖിലം വാർത്ത ജ്ഞാനേ പരിസമാപ്യതേ. അപ്പൊ ഈ കർമ്മങ്ങളൊക്കെ കർമ്മയോഗപരമായ ചിത്തശുദ്ധിയിലൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് ഉണ്ടാവുന്നത്? പരന്തപ, അല്ലയോ അർജുന, ദ്രവ്യമയാത് യജ്ഞാ, ദ്രവ്യങ്ങളെ കൊണ്ടുള്ള യജ്ഞത്തെക്കാൾ, ആ യജ്ഞത്തെക്കാളും ജ്ഞാനയജ്ഞ ശ്രേയാൻ, ജ്ഞാനമാകുന്ന യജ്ഞം, ജ്ഞാനസാധന തന്നെയാണ്, ആത്മചിന്ത തന്നെയാണ്, ആത്മവിചാര സാധന തന്നെയാണ് ശ്രേയാൻ, ഏറ്റവും ശ്രേഷ്ഠമാകുന്നത്. മറ്റുള്ളതെല്ലാം എന്താ? ദ്രവ്യങ്ങളോട് ഫലസിദ്ധി ഉണ്ട്. അവിടെ ഫലസിദ്ധിയോടുകൂടിയാണ്, അവിടെ ഫലസിദ്ധിയുണ്ട്. എങ്ങനെ? മനഃശുദ്ധി, കർമ്മങ്ങളുടെ എല്ലാം ശുദ്ധി, കർമ്മങ്ങളിലൂടെ ഒരു ഫലമുണ്ട് അതിന്. അപ്പോൾ നമ്മൾ നിഷ്കാമമായി കർമ്മം ചെയ്താലും അതിനൊരു ഫലമുണ്ട്. എന്ത്? ചിത്തശുദ്ധി. അതിനെ ആഗ്രഹിക്കുന്നില്ല കർമ്മയോഗി, എങ്കിൽ കൂടെയും അവന് കിട്ടുന്നത് എന്താണ്? അറിവുണ്ട്. അതിലൂടെ എന്താ? അതുകൊണ്ട് ആ അറിവുകൊണ്ടാണ് അവന് ആ കർമ്മയോഗത്തെ അനുഷ്ഠിക്കുന്നത്. ഒന്നും അറിയാതെ വിഡ്ഢിയല്ല, അത് അറിവ് മതി. അവിടെ അങ്ങനെ ഇച്ഛ വേണ്ട. ഒരു കർമ്മത്തിന് ഫലമുണ്ടെന്നുള്ള അറിവ് മതി, അതിനെ ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. അതുപോലും ആഗ്രഹിക്കാതെ ചെയ്യുന്ന ചിത്തശുദ്ധി, അത് മനഃശുദ്ധി, മനസ്സംയമനം പോലെ, ഇന്ദ്രിയ നിഗ്രഹം പോലും ആഗ്രഹിക്കാതെ അതിൻ്റെ അറിവോടുകൂടി ഈ കർമ്മയോഗത്തിലൂടെ അതാണ് സാധ്യമാകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മയോഗി, അവിടെ അങ്ങനെ ഫലസിദ്ധിയുണ്ട്. അതിനെല്ലാം ഫലസിദ്ധിയല്ല, ജ്ഞാനയജ്ഞ ശ്രേയാൻ. അപ്പോൾ ഈ ജ്ഞാനയജ്ഞം തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത്, വളരെ ശ്രേഷ്ഠമാകുന്നത്. പാർത്ഥ സർവം കർമ്മ അഖിലം ജ്ഞാനേ പരിസമാപ്യതേ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എല്ലാ കർമ്മങ്ങളും അതെന്താവുന്നു? ചിത്തശുദ്ധിക്ക് വഴിതെളിച്ചുകൊണ്ട്
എന്ത് ജ്ഞാനേ പരിസമാപ്യതേ, സർവം ജ്ഞാനേ പരിസമാപ്യതേ, എല്ലാ ജ്ഞാനത്തിൽ ജ്ഞാനയോഗത്തിൽ പരിസമാപിക്കുന്നു, അല്ലെങ്കിൽ തത്വബോധത്തിൽ പരിസമാപിക്കുന്നു. എങ്ങനെ? ഫലയിച്ഛയില്ലാതെ ഈശ്വരാത്മാവായി ഈ യജ്ഞങ്ങളെല്ലാം ചെയ്യുമ്പോൾ, കർമ്മയോഗമായി ചെയ്യുമ്പോൾ ചിത്തശുദ്ധി ഉണ്ടാകുന്നു, അതായത് മനഃശുദ്ധി ഉണ്ടാകുന്നു. നമ്മുടെ മനസ്സിലെ ഇതിന് ആത്മബോധത്തിന് തടസ്സമായ കാര്യങ്ങളെല്ലാം നീങ്ങപ്പെട്ട് അഹന്ത മമതകളെല്ലാം വിട്ട് ആശകളെല്ലാം വിട്ട് മനസ്സ് ശുദ്ധമാകുമ്പോൾ അവിടെ ആത്മജ്ഞാനം പ്രകാശിക്കുന്നു, അല്ലെങ്കിൽ ആ തത്വനിഷ്ഠ വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയുന്നത് അവിടെ അങ്ങനെ പ്രകാശിക്കുന്നു, അല്ലെങ്കിൽ സ്വയം അത് ബോധിക്കപ്പെടുന്നു എന്ന് ഇവിടെ അങ്ങനെ പറയുന്നു. അങ്ങനെയാണ് ജ്ഞാനം സമ്പാദിക്കേണ്ടത്. ഈ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് കർമ്മയോഗപരമായി ചെയ്ത് ചിത്തശുദ്ധി എന്നാണ്. അപ്പോൾ അതെങ്ങനെ ഇനി നേടാം? ഇനി ഈ ജ്ഞാനം എങ്ങനെ സമ്പാദിക്കാം? ചിത്തശുദ്ധിയെല്ലാം ഉണ്ടെങ്കിലും ഈ ജ്ഞാനം എങ്ങനെ സമ്പാദിക്കാം എന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ ചെറിയ വീഡിയോ ആയി കൊടുക്കുന്നത് നമുക്ക് കേൾക്കാനുള്ള സൗകര്യത്തിനും അത് ശരിയായി മനസ്സിലാക്കാനും ചിന്തിക്കാനും കൂടിയാണ്. നമസ്കാരം.